ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണാറുണ്ടല്ലോ അല്ലേ? പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിരിയാണി ഇഷ്ടമില്ലാത്തവരാരുമില്ല. ബിരിയാണിയുടെ രാജാവായ തലശ്ശേരി ബിരിയാണി ഒന്ന് കണ്ടാലോ നമുക്കിന്ന്? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് കാണാം. ഈ ബിരിയാണിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോൻ്റെ അടുത്ത് വരുന്ന ഒരു ചിക്കനാണ്. അതിലേക്ക് ഞാൻ എല്ലാ മസാലയും കൂടെ തേച്ച് ഒരു ഹാഫ് ആൻ അവർ അത് വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് ചേർത്ത മസാലകൾ 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, തൈര്, നാരങ്ങാ നീര്, ഇത്രയും കൂടി ചെയ്താണ് ഞാനിത് മിക്സ് ചെയ്തത്. ബിരിയാണിയിലേക്ക് ഡയറക്റ്റ് തൈര് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിരുന്നാൽ അത് കുറച്ച് നന്നായിട്ട് അതിലേക്ക് മസാല പിടിച്ചു വരും. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഞാൻ പറയാം. ഈ ബിരിയാണിയിലേക്ക് ഞാൻ ഗരം മസാലയ്ക്ക് പകരം കുറച്ച് ഫ്രഷ് മസാലയാണ് പൊടിച്ച് ചേർക്കുന്നത്. അതാണ് തലശ്ശേരി ചിക്കൻ ബിരിയാണിക്ക് നൽകുന്ന ഒരു നല്ല ടേസ്റ്റ്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ പെരുംജീരകം, ഏലക്കായ, ഗ്രാമ്പൂ, സാജീരകം, കറുകപ്പട്ട, താക്കോലം, കുരുമുളക്, 2 വറ്റൽമുളക്, സാദാ ജീരകം, ജാതിപത്രി അല്ലെങ്കിൽ ജാതിക്ക. എൻ്റെ കയ്യിൽ ജാതിക്ക ഉള്ളതുകൊണ്ട് ഞാൻ ജാതിക്കയാണ് എടുത്തത്. പിന്നെ കുറച്ച് മല്ലി. ഇതെല്ലാം കൂടെ ഒരു പാനിലിട്ട് ചൂടാക്കി നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തതല്ല, പൊടിച്ച് തന്നെ എടുക്കണം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, പുതിനയില, മല്ലിയില, 1 തണ്ട് കറിവേപ്പില. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഉള്ളി, സാധാരണ നമ്മൾ ബിരിയാണിക്ക് സവാള ഡയറക്റ്റാണ് ചേർത്ത് കൊടുക്കാറ്. ഇവിടെ നമ്മൾ ഇത് വറുത്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനൊരു 5 സവാള നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് ചിക്കൻ റെഡിയാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ തക്കാളി സോഫ്റ്റായി വരുന്ന സെയിം ടൈമിൽ തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഉള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇവിടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലകൾ, നമ്മൾ ഫ്രഷ് മസാല എല്ലാം കൂടെ ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുത്താണ്. ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല സ്മെല്ലും നല്ല ഫ്രഷ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റും കിട്ടുന്ന ഒന്നാണ്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് മസാല ആയതുകൊണ്ട് അതിന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കാരണം നമ്മൾ ഗരം മസാല കുറേ നാളൊക്കെ ആയതായിരിക്കും നമ്മൾ പൊടിച്ച് വെച്ചിട്ടൊക്കെ ആയാലും. എപ്പോഴും ഇങ്ങനെ തലശ്ശേരി ബിരിയാണിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടേസ്റ്റ്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ മസാല ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചിക്കൻ്റെ മസാലയിലുള്ള വെള്ളമാണ്, അത് നമുക്കതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. തൈരൊക്കെ ഞങ്ങൾ ഇട്ടതാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളിവിടെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചെറിയ തീയിൽ 5 to 10 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സാധാരണ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന സെയിം ഫ്രഷ് മസാലകളാണ്. ഏലക്ക, കറുകപ്പട്ട,
കുരുമുളക്, ബേ ലീവ്സ്, കരയാമ്പൂ, ഇത്ര സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ചോറിന് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ജീരകശാല അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ തലശ്ശേരി ബിരിയാണിക്ക് എപ്പോഴും നല്ലത് ജീരകശാല അരിയാണ്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചോറ് റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് ഫുള്ളായിട്ട് നമുക്ക് വേവിച്ചെടുക്കേണ്ട, ഒരു 75% വേവ് മതി. കാരണം ഇത് നമുക്ക് ദമ്മിടാനുള്ളതാണ്. അതുകൊണ്ട് അത് ഒരു 75% വേവാകുമ്പോൾ നമുക്ക് ഈ അരി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പം അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം ഗാർണിഷിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ചെറിയ തീയിൽ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി നമുക്കിത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മുളക് പൊടി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി ചിക്കനിൽ മസാല വരട്ടിയപ്പോൾ മുളക് പൊടി ഇട്ടായിരുന്നു. അല്ലാണ്ട് പച്ചമുളകും ഉണക്കമുളകും മസാലയിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചേർക്കുന്നില്ല. അവനവൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ചോറും ഒരു 3/4 വേവ് വെന്ത് ഞാൻ ഊറ്റിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ദമ്മിട്ട് കൊടുക്കണം. അത് നമുക്ക് നോക്കാം. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദമ്മിടാൻ പോവുകയാണ്. അപ്പം നമുക്ക് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറ് ഒരു 3/4 വേവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അധികം വെന്ത് പോയിട്ടില്ല. അപ്പം നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചോറ് ഇട്ട് കൊടുത്ത് ലെയറായിട്ട് നമുക്ക് ചോറ് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ കുറച്ച് കുങ്കുമപ്പൂവ് പാലിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇതില്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും കലക്കി എടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇത് നല്ലൊരു ടേസ്റ്റും കിട്ടും, നല്ലൊരു സ്മെല്ലും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ടി വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കാഷ്യൂനട്ട്, ഗ്രേപ്സ് ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തതും കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിന് വേണ്ടി പൊടിച്ചെടുത്ത മസാല ഞാൻ ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് ഇതിലേക്കൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയൊരു നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇതും ചെയ്യുന്നത്. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ അടുത്ത ലെയർ ചോറിടാം.
അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഒരു മുക്കാൽ ഭാഗം നമ്മളിവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന കാരണം നമുക്ക് മൈദയോ ഗോതമ്പോ ഒക്കെ വെച്ചിട്ട് അടച്ചു വെക്കാനൊക്കെ പാടായതുകൊണ്ട് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് ഫോയിൽ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. ഞാൻ ഫോയിൽ പേപ്പർ എടുത്തിട്ട് അത് 2 ലെയറായിട്ടാണ് എടുത്തേക്കണം, കാരണം എയർ ഒട്ടും പുറത്തോട്ട് പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിന് ചുറ്റും നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. എയർ ഒട്ടും പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. ദമ്മിടാൻ സൗകര്യമുള്ളവർക്ക് ദമ്മിടാം. അപ്പം നമ്മളുടെ പാൻ നമ്മൾ നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ അടപ്പ് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. ലോക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പഴയ എന്തെങ്കിലും തവയോ ഫ്രൈയിങ് പാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഈ പാനെ കയറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ അത് എൻ്റെ കയ്യിലുള്ളത് ഒരു ചപ്പാത്തിയുടെ ഉണ്ടാക്കുന്ന ഒരു തവയാണുള്ളത്, അത് ഞാൻ വെച്ച് ചൂടാക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതൊരു ചെറിയ തീയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ബിരിയാണി ചെമ്പ് ഇവിടെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ അമ്മ ഇച്ചിരി ഭാരമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്ക് ഈ ചെറിയ തീയിലിട്ട് ആവി കയറ്റിയെടുക്കണം. അപ്പം നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നില്ല, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? നല്ല മണമൊക്കെ വരുന്നുണ്ട് അത് ഫ്രഷ് മസാലയുടെ. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിൽ നിന്ന് ഇളക്കി നോക്കാം. ഇതിൻ്റെ കണ്ടോ, ചോറിനൊക്കെ നല്ല കളറൊക്കെ പിടിച്ച് ചിക്കൻ്റെ മസാലയൊക്കെ അതിലേക്ക് ഇറങ്ങി. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തലശ്ശേരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ തലശ്ശേരിക്കാരുടെ ബിരിയാണി ഒരു ഒന്നൊന്നര ബിരിയാണിയാണ്. ശരിക്കും പറഞ്ഞാൽ ബിരിയാണികളുടെ രാജാവ് എന്നാണ് തലശ്ശേരിക്കാരുടെ ബിരിയാണി പറയുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഇത്തിരി സമയം എടുക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഇത് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നതുവരെ ബൈ.